നമസ്കാരം. ദേശീയം സർവ്വദേശീയത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ജൂൺ 25 ഇന്ത്യൻ ജനാധിപത്യത്തിന് മരണമണി മുഴങ്ങിയെന്ന് കരുതിയ ദിവസം. ഇന്ദിരാഗാന്ധിയും കുടുംബവും രാജ്യത്ത് ഏകാധിപത്യ ഭരണം ആരംഭിച്ചു. പക്ഷേ രാജ്യം ജനാധിപത്യത്തിലൂടെ നെഹ്റു കുടുംബത്തെ തിരുത്തി. എന്നാൽ കോൺഗ്രസിന് ഇപ്പോഴും നെഹ്റു കുടുംബത്തിൻ്റെ ഏകാധിപത്യവും സർവാധിപത്യവുമാണ്. ഇന്ത്യ ഇന്ത്യക്കാരുടേതാണ്. ജാതി, മത, ഭാഷ, ദേശഭേദങ്ങൾക്കപ്പുറം ഇന്ത്യക്കാരുടെ സ്വന്തം രാജ്യം, ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം. അങ്ങനെയുള്ള ഇന്ത്യയെ ഒരു പ്രധാനമന്ത്രിയും അവരുടെ കുടുംബവും അവരുടെ മാത്രം രാജ്യമാക്കി മാറ്റാൻ നടത്തിയ പരിശ്രമമാണ് അടിയന്തരാവസ്ഥ. മൗലികാവകാശങ്ങൾ റദ്ദാക്കി, പത്രങ്ങൾക്ക് സെൻസർഷിപ്പ് ഏർപ്പെടുത്തി, പ്രതിഷേധിച്ചവരെ കൊലപ്പെടുത്തി, ക്രൂരമായ മർദ്ദനമുറകൾക്ക് ഇരയാക്കി, അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു. ഒന്നര വർഷം ജയിലിൽ കിടന്നു. 1.5 വർഷം ആയിരുന്നു അതിൻ്റെ പീരീഡ്. ഞങ്ങളെല്ലാവരും അതാ KSYF സമയത്താണോ? അല്ല, ഞാൻ MLA ആയിരിക്കുന്ന സമയമാണത്. MLA ആയിരിക്കുന്ന സമയമാണ് അത്. KSYF ഒക്കെ ആയിട്ടുള്ള ആ പ്രായമാണ്. ആ പ്രായത്തിന് ചെറുപ്പത്തിൽ തന്നെ അതെ 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 അത് 71 70 ഇത് 75-ലാണല്ലോ അറസ്റ്റ് നടക്കുന്നത്. അപ്പോൾ എല്ലാവരെയും അറസ്റ്റ് ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെയാണ് അറസ്റ്റ് ചെയ്തത്. ആദ്യത്തെ ദിവസം തന്നെ അവർ അറസ്റ്റ് ചെയ്തത് വീട്ടിൽ നിന്ന് തന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന നിലയായിരുന്നു. കൂത്തുപറമ്പ് MLA ആണ് ഞാനന്ന്. കൂത്തുപറമ്പ് പോലീസ് സ്റ്റേഷനിലേക്കാണ് പോകുന്നത്. ലോക്കപ്പ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് വെളിച്ചം ഉണ്ടാവില്ല, അതിനകത്ത് വെളിച്ചമില്ല. പുറത്തെ വരാന്തയിലെ വെളിച്ചം കുറച്ച് അതിനകത്ത് അടിക്കും. പിന്നെ അവിടെ ഒരു പായയുണ്ട്. ആ പായയിട്ട് ഞാനവിടെ ഇരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ, അധികം താമസമില്ല, കുറച്ച് കഴിഞ്ഞപ്പോൾ 2 ചെറുപ്പക്കാർ സിവിൽ ഡ്രസ്സിലാണ് അവർ കടന്നു വന്നു. അപ്പോൾ അവർ ചോദിച്ചു, അപ്പോൾ അവർ കടന്നു വരുമ്പം തന്നെ ലോക്കപ്പിനകത്തേക്ക് ആരും വരേണ്ട കാര്യമില്ലല്ലോ. എന്നെ ലോക്കപ്പ് ചെയ്യലാണെങ്കിൽ അവിടെ ഞാൻ കടന്ന് ഉറങ്ങുകയല്ലേ വേണ്ടു. അപ്പോൾ ഈ വരുന്നത് ഉപദ്രവിക്കാനാണെന്ന് വ്യക്തം തന്നെ. അപ്പോൾ ഇവരിങ്ങ് കടന്ന് വരുമ്പം ഞാനങ്ങ് എഴുന്നേറ്റു. എന്താ പേരെന്ന് ചോദിച്ചു. പേര് വിജയൻ. എന്ത് വിജയനാ? പിണറായി വിജയൻ. ഓ, പിണറായി വിജയൻ എന്ന് പറഞ്ഞ് ആ വിജയൻ എന്നുള്ളത് അവസാനിക്കുമ്പോൾ ഈ വന്നതിലൊരുത്തൻ എന്നെ തല്ലി. അപ്പം ഞാനിങ്ങനെ ഈ 2 കൈയും ഇങ്ങനെ വെക്കുന്നുണ്ട്. ഒന്നും ചെയ്യാൻ നിവൃത്തിയില്ല. അപ്പോഴേക്ക് വേറൊരാൾ കൂടി കടന്നു. അല്ല, ഈ 2 പേരും തല്ലി ലേശം ക്ഷണിക്കുമല്ലോ. അപ്പോൾ ഒരുത്തൻ പറഞ്ഞു, നിർത്ത്. അപ്പോൾ തല്ല് കൊണ്ടിട്ടൊന്നും ഞാൻ വീഴുന്നില്ല. അപ്പോൾ എന്താ ഇവൻ വീഴാത്തത്? ഞാൻ വീഴ്ത്താന്ന് പറഞ്ഞു ഇവൻ. അങ്ങനെ അവനൊരു പ്രഖ്യാപനത്തോടെ എന്നെ വീഴ്ത്താനാണ്. അപ്പോൾ എന്തോ പിടുത്തത്തിലൂടെ വീഴ്ത്തുന്നൊരു പരിപാടിയുണ്ട്. അങ്ങനെ ശ്രമമാണ്. അങ്ങനെ വീഴ്ത്താനുള്ളൊരു ശ്രമം. അപ്പോൾ നമുക്കും വീഴൂല. അപ്പോൾ ഇവൻ വന്ന് എന്നെ പിടിക്കാൻ നോക്കുകയാണ്. അപ്പം ഞാൻ അവിടുന്ന് മാറി ഇപ്പുറം നിന്നു. ഞാൻ പറഞ്ഞു, നീ എന്ത് വീഴ്ത്താനടാ, നീ വീഴ്ത്തുന്നു. പിന്നെ അടിയുടെ പൂരം, അതിഭയങ്കരമായ അടി. ഇവർ രണ്ടാളും ഇങ്ങനെ അടിച്ചോണ്ടിരിക്കുകയാണ്. അതിന് ഈ പറച്ചിലിങ്ങനെ നടക്കുന്നുണ്ട്. പറച്ചിൽ മാത്രമേ ഉള്ളൂ. പിന്നെ ഈ അടിയും ഇങ്ങനെ കൊള്ളാതിരിക്കാൻ വേണ്ടി കൈ ഇങ്ങനെ വെക്കുക. പക്ഷേ ഈ ഭാഗത്ത് മാത്രമല്ലേ കൊള്ളാതിരിക്കൂ, പുറത്ത് മറ്റുള്ളിടത്തെല്ലാം കൊള്ളുമല്ലോ. അപ്പോഴേക്ക് ഒരാൾ കൂടി കടന്നു വന്നു. ഇവർ 3 പേര് കൂടിയുള്ള തല്ലായി. അപ്പോൾ ആ തല്ല് ചിലപ്പോൾ നമ്മുടെ ഈ ഭാഗത്തൊക്കെ കൊള്ളും, നെറ്റിക്ക് ഇങ്ങനെയൊക്കെ കൊള്ളും. അപ്പോൾ അങ്ങനെ തല്ല് കൊള്ളുമ്പോൾ നമ്മളൊരു മിന്നൽ പോലെ ഇങ്ങനെ കാണും. അപ്പോൾ ഒരു ഘട്ടമായപ്പോൾ വീണുപോയി. അങ്ങനെ ഒരു
പക്ഷെ ആന്റിക്ക് പലപ്പോഴും സന്തോഷം തോന്നാറില്ലേ? ഒരു പക്ഷേ ജോസഫ് തോമസിനെ പിന്നെ ഒരു ദിവസം എനിക്ക് കിട്ടി. അയ്യോ, അത് ഞാൻ ചോദിക്കണമെന്ന് വിചാരിച്ചിരിക്കുന്നു. ഇവരെല്ലാം പിന്നെ സല്യൂട്ട് അടിച്ചിട്ടുണ്ടാവല്ലോ അല്ലേ? അല്ല, അത് ജോസഫ് തോമസ് ഒരു ദിവസം അന്ന് IG ആണ് അലക്സാണ്ടർ, അദ്ദേഹത്തിൻ്റെ കൂടെ സെൻട്രൽ ജയിലിൽ വന്നു. അപ്പോൾ ജയിൽ ജീവിതം എന്ന് പറയുന്നത് കൃത്യമായി ടൈം ടേബിൾ വെച്ചുകൊണ്ടാണ്. അപ്പം ഞാൻ നടന്ന് വരുമ്പോഴാണ് ഈ ജോസഫ് തോമസ് ഇങ്ങോട്ട് വരുന്നത്. ഞാൻ കുളിക്കുന്ന സ്ഥലത്തുനിന്ന് ഇങ്ങോട്ട് വരുന്നു, മുറ്റാണ്, ആ മുറ്റത്ത് ഇയാൾ ഇങ്ങോട്ട് വരുന്നു. അപ്പോൾ ഞാൻ ഇദ്ദേഹത്തിൻ്റെ അടുത്തെത്തിയപ്പോൾ ഇദ്ദേഹം ഇവരെ കാണുകയാണ്. മിസ്റ്റർ തോമസ് എന്ന് വിളിച്ചു ഞാൻ. അപ്പോൾ അദ്ദേഹം തിരിഞ്ഞു നോക്കി. അപ്പോൾ ഈ കാലിങ്ങനെ പൊക്കി കാണിച്ച്, ഈ കാലായിരുന്നു പിന്നെ അടിച്ച് പൊട്ടിപ്പോയത്. ഇതിങ്ങനെ പൊക്കി, ഇതിപ്പോൾ ശരിയായി, കാല് ശരിയായി കേട്ടോ. ഇതൊക്കെ ഞങ്ങൾക്ക് വിധിക്കപ്പെട്ടതാണ്. ഇതൊക്കെ ചിലപ്പോൾ ലോക്കപ്പിൽ വെച്ച് തല്ലുകൊള്ളുക, ജയിലിൽ വന്ന് കിടക്കുക, ജയിലിൽ വന്നാലിങ്ങനെ അലക്കുക, കുളിക്കുക. ഇനിയും ഇറങ്ങും, നമുക്ക് വേണമെങ്കിൽ ഇനിയും കാണാം പുറത്തിറങ്ങിയതിന് ശേഷം എന്ന് പറഞ്ഞു. അതും പറഞ്ഞ് ഞാൻ നടന്നങ്ങ് പോയി. അല്ല മിസ്റ്റർ വിജയൻ, ഞാൻ ഒരക്ഷരം പറയണ്ടെന്ന് പറഞ്ഞ്, ഒരക്ഷരം അതിനെപ്പറ്റി വിശദീകരിക്കണ്ട. ഇതാ പറഞ്ഞ്, ഒരക്ഷരം വിശദീകരിക്കണ്ട, നമുക്കിറങ്ങിയാൽ വീണ്ടും നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നെ കാണാം എന്നും പറഞ്ഞ് ഞാനങ്ങ് പോയി. അപ്പോൾ ജയിലിലുണ്ടായിരുന്ന നമ്മുടെ മുതിർന്ന സഖാക്കളും മറ്റു പാർട്ടിക്കാരും അവരൊക്കെ ഞാൻ എന്ത് പറഞ്ഞു കളയുമെന്നുള്ള ഭയപ്പാടിലായിരുന്നു, ഒരു സംഭ്രമത്തിലായിരുന്നു. ഇത് കഴിഞ്ഞിട്ട് അവരെന്നെ എല്ലാവരും അനുമോദിക്കുകയും ചെയ്തു. അത് വളരെ പറ്റി, അത്രയും പറഞ്ഞത് വളരെ നന്നായി, പറഞ്ഞില്ലെങ്കിലായിരുന്നു മോശം. രാജ്യം ഇന്ദിരാഗാന്ധിയെ തിരുത്തി. 1977 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ദയനീയമായി പരാജയപ്പെട്ടു. ഇന്ത്യ നെഹ്റു കുടുംബത്തിന്റെ തറവാട്ട് സ്വത്തല്ലെന്ന് ജനങ്ങൾ പഠിപ്പിച്ചു. പക്ഷേ കോൺഗ്രസ് ഇന്നും നെഹ്റു കുടുംബത്തിന്റെ തറവാട്ട് സ്വത്താണ്. ജനാധിപത്യത്തിന് വേണ്ടി, തുല്യതയ്ക്ക് വേണ്ടി, സമത്വത്തിന് വേണ്ടി, അത് സമൂഹത്തിലെ സാമ്പത്തികമായി അതിസമ്പന്നരും ദരിദ്രരുമെന്നുള്ള വ്യത്യാസം ഇല്ലാതാക്കി സാമ്പത്തിക ജീവിതത്തിലെ സമത്വം മാത്രമല്ല, സാമൂഹിക ജീവിതത്തിലെ സമത്വം, സ്ത്രീ പുരുഷ ബന്ധത്തിൽ ഉണ്ടാവേണ്ട സമത്വം, ഇതൊക്കെ സംബന്ധിച്ച് ശാസ്ത്രീയമായ ബോധം ഇടതുപക്ഷത്തിനാണ്, കമ്മ്യൂണിസ്റ്റുകാർക്കാണ്. കമ്മ്യൂണിസ്റ്റുകാരുടെ ആ ജനാധിപത്യ പ്രതിബദ്ധതയുടെ മായ്ച്ചു കളയാൻ കഴിയാത്ത തെളിവാണ്, ഉദാഹരണമാണ് അടിയന്തരാവസ്ഥയ്ക്കെതിരായ പോരാട്ടത്തിൽ CPIM അംഗങ്ങൾ പ്രവർത്തിക്കുന്ന തൊഴിലാളി സംഘടനകൾ, യുവജന സംഘടനകൾ, വിദ്യാർത്ഥി സംഘടനകൾ, കർഷക സംഘം, വനിതാ പ്രസ്ഥാനം, ഇതെല്ലാം ആ കാലഘട്ടത്തിൽ നടത്തിയിട്ടുള്ള ത്യാഗസന്നദ്ധരായി പോരാടാൻ തയ്യാറായി മുന്നോട്ട് പോകും. അടിയന്തരാവസ്ഥ കാലത്ത് RSSകാർ എന്തൊക്കെയോ വീരകൃത്യങ്ങൾ കാണിച്ചതായി അവകാശപ്പെടാറുണ്ട്. അടിയന്തരാവസ്ഥ കാലത്ത് ദേവറസ് ആയിരുന്നു RSSന്റെ സർസംഘചാലക്. ദേവറസ് ജയിലിലായിരുന്നു. എന്നാൽ ജയിലിൽ കിടന്ന ദേവറസ് പലതവണ താണുകേണ് അപേക്ഷിച്ച് ഇന്ദിരാഗാന്ധിക്ക് കത്തുകൾ അയച്ചു. RSSകാരെ ജയിലിൽ നിന്നും മോചിപ്പിച്ചാൽ ഇന്ദിരാഗാന്ധിയുമായി സഹകരിക്കാമെന്നാണ് അദ്ദേഹം കത്തിലൂടെ അറിയിച്ചിരുന്നത്. അതേ RSSകാർ ഇപ്പോൾ അടിയന്തരാവസ്ഥയുടെ 50ാം വാർഷികം ഒരു ലജ്ജയുമില്ലാതെ ആഘോഷിക്കുകയാണ്. മഹാത്മാഗാന്ധി വധത്തോടെ രാജ്യത്ത് സംഘപരിവാർ ദുർബലരായി. 1948 വരെ ഹിന്ദു മഹാസഭയായിരുന്നു RSSന്റെ രാഷ്ട്രീയ മുഖം. ഗാന്ധി വധത്തോടെ ആ മുഖം വികൃതമായി. RSS പുതിയൊരു പാർട്ടി രൂപീകരിച്ചു, ജനസംഘം. അടിയന്തരാവസ്ഥ കാലത്ത് ജനസംഘ നേതാക്കൾ ഇന്ദിരാഗാന്ധിക്കെതിരെ നടന്ന പ്രക്ഷോഭങ്ങളിൽ പങ്കാളികളായി. പക്ഷേ അന്തർധാര മറ്റൊന്നായിരുന്നു. അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുമായി ഒത്തുതീർപ്പിലെത്താൻ RSS നേതാക്കൾ അണിയറ നീക്കങ്ങൾ നടത്തി. അടിയന്തരാവസ്ഥ കാലത്ത് മധുകർ ദത്താത്രേയ ദേവറസ് ആയിരുന്നു RSSന്റെ സർസംഘചാലക്. അടിയന്തരാവസ്ഥ പ്രഖ്യാപനത്തിന് പിന്നാലെ 1975 ജൂൺ 30 ദേവറസിനെ പൂനെയിലെ യർവാദ ജയിലിലടച്ചു. 1975 ജൂലൈ 15 മുതൽ
1976 ജനുവരി 12 വരെയുള്ള കാലയളവിൽ ദേവരസ് പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾക്ക് അയച്ചത് മാപ്പ് പറഞ്ഞുകൊണ്ടുള്ള 9 കത്തുകൾ. കത്തിലെ വാചകങ്ങൾക്ക് സവർക്കർ മാപ്പിരെന്ന് ബ്രിട്ടീഷ് സർക്കാരിന് അയച്ച കത്തുകളോട് സാദൃശ്യമുണ്ടായിരുന്നു. 1975 ഓഗസ്റ്റ് 15 ഇന്ദിരാഗാന്ധി ചെങ്കോട്ടയിൽ സ്വാതന്ത്ര്യദിന പ്രസംഗം നടത്തി. ഇന്ദിരാഗാന്ധിയുടെ പ്രസംഗത്തെ ജനാധിപത്യ വിശ്വാസികളെല്ലാം തള്ളിപ്പറഞ്ഞപ്പോൾ പ്രസംഗത്തെ അഭിനന്ദിച്ചും ഇന്ദിരാഗാന്ധിക്ക് പിന്തുണ പ്രഖ്യാപിച്ചും 1975 ഓഗസ്റ്റ് 22 ദേവറസ് കത്തയച്ചു. RSSനെതിരെയുള്ള നിരോധനം പിൻവലിക്കണമെന്ന് താണുകേണ് അപേക്ഷിച്ചു. ജയിൽ മോചിതനായാൽ തനിക്ക് കൂടിക്കാഴ്ച നടത്താൻ സമയം നൽകണമെന്നും ദേവറസ് കത്തിൽ ഇന്ദിരാഗാന്ധിയോട് അപേക്ഷിച്ചു. ആ സമയത്ത് അടിയന്തരാവസ്ഥയ്ക്കെതിരായ പ്രക്ഷോഭങ്ങളിൽ ബീഹാറും ഗുജറാത്തും ഇളകി മറിയുകയായിരുന്നു. ആ പ്രക്ഷോഭങ്ങളിൽ RSSന് യാതൊരു പങ്കുമില്ലെന്ന് വിശദീകരിച്ചുകൊണ്ടുള്ളതായിരുന്നു അടുത്ത കത്ത്. 1975 നവംബർ 10 അയച്ച കത്ത് ഒരു പടി കൂടി കടന്നു. ജയിലിൽ കിടക്കുന്ന RSSകാരെയെല്ലാം വിട്ടയച്ചാൽ രാഷ്ട്ര പുരോഗതിക്കായി യോജിച്ച് പ്രവർത്തിക്കാം. ഇക്കാര്യം അറിയിച്ചുകൊണ്ടുള്ളതായിരുന്നു ആ കത്ത്. നിർബന്ധിത വന്ധ്യകരണവും ചേരികൾ ഇടിച്ചു നിരത്തുന്നതും ജുഡീഷ്യറിയെ കൈപ്പിടിയിൽ ഒതുക്കുന്നതുമെല്ലാമായിരുന്നു ഇന്ദിരാഗാന്ധി അക്കാലത്ത് ലക്ഷ്യമിട്ടിരുന്ന രാഷ്ട്ര പുരോഗതി. 1976 ഫെബ്രുവരിയിൽ അസുഖം നടിച്ച് ദേവരസ് ബോംബെയിലെ സെന്റ് ജോർജ് ആശുപത്രിയിൽ പ്രവേശിച്ചു. യർവാദ ജയിൽ സ്ഥിതി ചെയ്യുന്ന പൂനെയിൽ തന്നെ നല്ല ആശുപത്രികൾ നിരവധിയുണ്ട്. ദേവരസ് വിദഗ്ധ ചികിത്സയ്ക്കായി ബോംബെയിലെത്തിയത് ഇന്ദിരാഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തുക എന്ന ഉദ്ദേശത്തോടെയായിരുന്നു. രഹസ്യ കൂടിക്കാഴ്ച നടത്താൻ അന്നത്തെ മഹാരാഷ്ട്ര മുഖ്യമന്ത്രി SB ചവാൻ അണിയറ ഒരുക്കി. ഇന്ദിരാഗാന്ധിയെ നേരിൽ കണ്ട് മാപ്പ് പറയുകയായിരുന്നു ദേവറസിന്റെ ലക്ഷ്യം. RSSകാരെയെല്ലാം ജയിലിൽ നിന്നും മോചിപ്പിച്ചാൽ അടിയന്തരാവസ്ഥയ്ക്ക് പിന്തുണ നൽകാമെന്നും ദേവരസ് ഏറ്റു. പക്ഷേ ഇന്ദിരാഗാന്ധി കൂടിക്കാഴ്ചയ്ക്ക് തയ്യാറായില്ല. RSSന്റെ പിന്തുണയില്ലാതെ തന്നെ ജനവികാരത്തെ അതിജീവിക്കാനാകുമെന്ന കണക്കുകൂട്ടലിലായിരുന്നു ഇന്ദിരാഗാന്ധി. മഹാരാഷ്ട്ര സർക്കാരാകട്ടെ അടിയന്തരാവസ്ഥ തടവുകാർക്ക് മുന്നിൽ ഒരു ഉപാധി വെച്ചു. അടിയന്തരാവസ്ഥയ്ക്ക് തടസ്സം നിൽക്കുന്ന പ്രവൃത്തികളിലൊന്നും ഏർപ്പെടില്ലെന്ന സമ്മതപത്രത്തിൽ ഒപ്പുവെച്ചാൽ ജയിൽ മോചിതരാകാം എന്നതായിരുന്നു ഉപാധി. സോഷ്യലിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് തടവുകാരൊന്നും സമ്മതപത്രത്തിൽ ഒപ്പുവെച്ചില്ല. അവർ ജയിൽവാസം തുടർന്നു. ദേവരസിന്റെ നിർദ്ദേശത്തെ തുടർന്ന് എല്ലാ RSSകാരും സമ്മതപത്രങ്ങളിൽ ഒപ്പുവെച്ചു. അങ്ങനെ പല RSSകാരും ജയിലിൽ നിന്നും പുറത്തിറങ്ങി. പലരും ഇപ്പോൾ അടിയന്തരാവസ്ഥ പീഡന പെൻഷൻ വാങ്ങുന്നുണ്ട്. ആയിരത്തി 1977 ഇന്ദിരാഗാന്ധി ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു. അന്ന് രാജ്യത്ത് ഇന്ദിരാഗാന്ധിക്കെതിരെ വിശാലമായ കൂട്ടായ്മയുണ്ടായി. അന്ന് ജനസംഘം പിരിച്ചുവിട്ടു. ജനസംഘം നേതാക്കളെല്ലാം ജനതാ പാർട്ടിയിൽ ചേർന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് കനത്ത തിരിച്ചടിയുണ്ടായി. ഇന്ദിരാഗാന്ധിയും സഞ്ജയ് ഗാന്ധിയും രാജാവിനേക്കാൾ വലിയ രാജഭക്തരുമെല്ലാം കനത്ത പരാജയം ഏറ്റുവാങ്ങി. പഴയ ജനസംഘക്കാരായ 45 പേരാണ് ജനതാ പാർട്ടിക്കാരായി ലോക്സഭാംഗങ്ങളായത്. ജനസംഘം പിന്നീട് BJP ആയി. അടിയന്തരാവസ്ഥ കാലത്ത് മനുഷ്യാവകാശവും പൗരസ്വാതന്ത്ര്യവും പറഞ്ഞവർ കലാപകാരികളായി. അവർ നവഫാസിസ്റ്റുകളായി. അടിയന്തരാവസ്ഥ കാലത്ത് ഗായകൻ കിഷോർ കുമാറിന്റെ ഗാനങ്ങൾക്ക് ആകാശവാണി വിലക്കേർപ്പെടുത്തി. അടിയന്തരാവസ്ഥയുടെ പ്രചാരണ പരിപാടികളിൽ പങ്കെടുത്തില്ല എന്നതായിരുന്നു കിഷോർ കുമാർ ചെയ്ത കുറ്റം. അടിയന്തരാവസ്ഥ കാലത്ത് ചില വ്യക്തികൾക്കായിരുന്നു വിലക്കെങ്കിൽ മോദി ഭരണകാലത്ത് ചില വാക്കുകൾക്കാണ് വിലക്ക്. ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന സിനിമയിൽ നിന്ന് ജാനകി എന്ന പേര് ഒഴിവാക്കണമെന്നതാണ് സെൻസർ ബോർഡിന്റെ നിർദ്ദേശം. ജാനകി എന്നത് സീതയുടെ പര്യായമാണത്രേ. ഇംഗ്ലീഷ് സംസാരിക്കുന്നവർ ലജ്ജിക്കേണ്ടി വരുമെന്ന അമിത്ഷായുടെ മുന്നറിയിപ്പ് രാജ്യത്തെ കാത്തിരിക്കുന്ന ഹിന്ദി ഭാഷാ ഭീകരതയുടെ മുന്നറിയിപ്പാണ്. എന്റെ വാക്കുകൾ ഓർത്തുവെച്ചോളൂ. ഈ സമൂഹത്തിൽ ഇംഗ്ലീഷ് സംസാരിക്കുന്നവർ ലജ്ജിക്കുന്ന കാലം വിദൂരമല്ല. കാവിക്കൊടി ഏന്തിയ വനിതയുടെ ചിത്രത്തിന് മുന്നിൽ പുഷ്പാർച്ചന നടത്തുന്ന ഗവർണർ രാജ്യം നവഫാസിസത്തിൽ നിന്ന് ഫാസിസത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണെന്ന സന്ദേശമാണ് നൽകുന്നത്.
ഞങ്ങൾ ഞങ്ങളുടെ ഭരണഘടന ഉയർത്തിപ്പിടിച്ച് ഇവിടെ സമരം ചെയ്യും. ഭരണഘടനയ്ക്ക് കീഴിലാണ് ഗവർണർ. അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തണം. അതാണ് ഞങ്ങളുടെ ഉദ്ദേശം. പേടിയും പേടിക്കാത്തൊക്കെ അയാളുടെ വ്യക്തിപരമായ കാര്യം. അടിയന്തരാവസ്ഥയിൽ നിന്ന് നമ്മൾ എന്ത് പാഠം പഠിച്ചു? ഇപ്പോൾ ഭരിക്കുന്നവർ ആജ്ഞാപിക്കുകയാണ്, ആരും ഇംഗ്ലീഷ് പഠിക്കരുത്, ഹിന്ദി നിർബന്ധമായി പഠിക്കണം, സംസ്കൃതവും പഠിച്ചിരിക്കണം, സിനിമയ്ക്ക് ജാനകി എന്ന് പേരിടരുത്. ഇനി സിനിമയിലെ കഥാപാത്രങ്ങളുടെ പേരെല്ലാം സംഘപരിവാർ തീരുമാനിക്കും. രാജ്യം നവഫാസിസത്തിൽ നിന്ന് ഫാസിസത്തിലേക്ക് അതിവേഗം നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇതാണ് ഏറ്റവും ഒടുവിലത്തെ കാഴ്ച. ഒറീസ ഇന്ന് ഭരിക്കുന്നത് BJP ആണ്. ഒറീസയിലെ ഗഞ്ചാം ജില്ല പശുവിനെ കടത്തിയെന്നാരോപിച്ച് ദളിതർക്ക് നൽകുന്ന ശിക്ഷ കാണുക. ഇതിനെല്ലാം മറുവശമുണ്ട്. ലോകത്ത് ബീഫ് കയറ്റുമതിയിൽ 4ാം സ്ഥാനത്തുള്ള രാജ്യമാണ് ഇന്ത്യ. പ്രമുഖ ബീഫ് കയറ്റുമതിക്കാരിൽ പലരും അറിയപ്പെടുന്ന BJP നേതാക്കളാണ്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കും BJP നേതാവ് K. സുരേന്ദ്രനുമെല്ലാം ബീഫ് കഴിക്കാം. മറ്റുള്ളവർ ബീഫ് കഴിക്കാൻ പാടില്ല. ഈ ഒരു ഗ്രോത്ത് എന്ന് പറയുന്നത് ഈ നവംബർ 5ന് ഒരു ഷോയ്ക്ക് വേണ്ടി സൂറിക്കിൽ പോയിട്ട് അവിടെ ബീഫും പോർക്കും മാത്രമേ ഉള്ളൂ. പോർക്ക് തുടർന്ന് പ്രശ്നമില്ല. ബീഫ് അല്ലെങ്കിൽ പിന്നെ കുറച്ച് ഇലകളൊക്കെ കഴിക്കേണ്ടി വരും. അത് എന്റെ ടേസ്റ്റ് ബഡ്സ് ചിലപ്പോ എനിക്ക് കർമ്മത്തിൽ അടിയ തരും വെച്ചിട്ട് ബീഫ് 4 ദിവസം കഴിച്ചതിന്റെ ഒരു ആഡ് ഓൺ ആണ്. എന്റെ വാക്കുകൾ ഓർത്തുവെച്ചോളൂ. ഈ സമൂഹത്തിൽ ഇംഗ്ലീഷ് സംസാരിക്കുന്നവർ ലജ്ജിക്കുന്ന കാലം വിദൂരമല്ല. ഇംഗ്ലീഷ് പഠിക്കുന്നവർ ലജ്ജിക്കുമത്രേ. എല്ലാവരും നിർബന്ധമായും ഹിന്ദി പഠിക്കണം. സംഘപരിവാർ ഇംഗ്ലീഷ് പഠിക്കുന്നതിന് എതിരാണ്. കാരണം ഇംഗ്ലീഷ് പഠിച്ചാൽ രാജ്യത്ത് വീണ്ടും ഒരു ഗാന്ധിയോ അംബേദ്കറോ ഉണ്ടാകും. അടിസ്ഥാന വർഗം ഉയർത്തെണീറ്റാൽ പിന്നെ രാജ്യത്ത് ഇതൊന്നും നടക്കില്ല. ഇംഗ്ലീഷ് പഠിക്കുന്നവർ ലജ്ജിക്കേണ്ടി വരുമെന്ന് അമിത്ഷാ പറയുമ്പോൾ മറ്റൊന്നുകൂടി ഓർക്കേണ്ടതുണ്ട്. പ്രമുഖരായ BJP നേതാക്കളുടെ മക്കളെല്ലാം പഠിക്കുന്നത് വിദേശത്താണ്. അവരുടെ വിദേശ പഠനം ഹിന്ദിയിലോ സംസ്കൃതത്തിലോ അല്ല, ഇംഗ്ലീഷിലാണ്. വൈദേശികമായതുകൊണ്ട് ഇംഗ്ലീഷ് പാടില്ല എന്ന് അധികാരസ്ഥാനത്തുള്ളവർ തന്നെ പറയുന്ന കാലമാണല്ലോ ഇത്. എല്ലാറ്റിനെയും തള്ളുന്ന ഒരു നിലപാട് ഭരണഘടനാ നിർമ്മാതാക്കൾ സ്വീകരിച്ചിരുന്നെങ്കിൽ ഈ ഭരണഘടനയെ ഉണ്ടാകുമായിരുന്നില്ല. വൈവിധ്യങ്ങളെ ഇല്ലാതാക്കുക, ഏകശിലാത്മത കൊണ്ടുവരിക എന്നതായിരുന്നില്ല ഭരണഘടനയുടെ ലക്ഷ്യം. വൈവിധ്യങ്ങളെ ഉയർത്തിപ്പിടിച്ച് മുന്നോട്ട് പോവുക എന്നതായിരുന്നു. വരുംകാല ലോകത്തിനു മുന്നിൽ തലയുയർത്തി നിൽക്കാൻ അങ്ങനെയൊരു ഭരണഘടനയാണ് വേണ്ടതെന്ന് അന്നേ ഭരണഘടനാ ശില്പികൾ തിരിച്ചറിഞ്ഞിരുന്നു. ദില്ലിയിലെ തുർക്ക്മെൻ ഗേറ്റ് തലസ്ഥാനത്ത് ദരിദ്രർ താമസിച്ചിരുന്ന പ്രദേശം. മിക്കവരും പാവപ്പെട്ട മുസ്ലിങ്ങൾ. ഇവർ താമസിച്ചിരുന്ന ചേരികൾ ഇന്ദിരാഗാന്ധിക്കും സഞ്ജയ് ഗാന്ധിക്കും ദുശ്ശകുനമായിരുന്നു. ദില്ലി നഗരത്തിന്റെ സൗന്ദര്യം വർദ്ധിപ്പിക്കണം. ഇതിനായി ചേരികൾ ഇടിച്ചു നിരത്തി. നഗരങ്ങളുടെ സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ ചേരികൾ ഇടിച്ചു നിരത്തുക, ജനസംഖ്യാ വർധന തടയാൻ നിർബന്ധിത വന്ധ്യകരണം, ഇതെല്ലാമാണ് രാജ്യ പുരോഗതിക്കായുള്ള നടപടികൾ എന്ന പേരിൽ അടിയന്തരാവസ്ഥ കാലത്ത് രാജ്യത്ത് നടന്നത്. അരനൂറ്റാണ്ട് കഴിഞ്ഞു. പക്ഷേ കാര്യങ്ങളിൽ യാതൊരു മാറ്റവുമില്ല. ഇന്നും പ്രധാന ഇരകൾ ന്യൂനപക്ഷങ്ങളും ദളിതരുമാണ്. ये कह रहे हैं इनके पास ऑर्डर नहीं आया है मैम। അടിയന്തരാവസ്ഥ കാലത്തെ സോഷ്യലിസ്റ്റ് നായകരിൽ പലരും പിന്നീട് അധികാരത്തോട് ആർത്തിമൂത്തവരായി. അവർ ആദർശ രാഷ്ട്രീയത്തോട് വിട പറഞ്ഞു. അധികാരത്തിനായി
BJPയുമായി കൈകോർത്തു. മോദി സർക്കാരിന്റെ നവഫാസിസ്റ്റ് നയങ്ങൾക്കെതിരെ രാജ്യത്തുനിന്നും പ്രക്ഷോഭങ്ങൾ നടക്കുന്നുണ്ട്. കർഷകർ, തൊഴിലാളികൾ, വിദ്യാർത്ഥികൾ എന്നു തുടങ്ങി കായിക താരങ്ങൾ വരെ തെരുവിലിറങ്ങി. കോൺഗ്രസാണ് മുഖ്യ പ്രതിപക്ഷം. പക്ഷേ സമരങ്ങളിലൊന്നും കോൺഗ്രസ് ഇല്ല. നെഹ്റു കുടുംബത്തെ തൊട്ടാൽ മാത്രം നേതാക്കളും പ്രവർത്തകരും തെരുവിലിറങ്ങുന്ന ഒരു പാർട്ടിയായി കോൺഗ്രസ് മാറി. അടിയന്തരാവസ്ഥ കാലത്തെ ധീര രക്തസാക്ഷികളെ നമ്മൾ ഇടയ്ക്കിടെ ഓർക്കാറുണ്ട്. എന്നാൽ മോദി ഭരണത്തിന്റെ ക്രൂരതകൾക്കിരയായി നിരവധി പേർ ഇപ്പോഴും ജയിലിൽ കഴിയുകയാണ്. അവർക്കെല്ലാം ഉടനെ മോചനമുണ്ടാകട്ടെ. ഇത്തവണത്തെ ദേശീയം സർവ്വദേശീയം ഇവിടെ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.